നമ്മളിപ്പോൾ ഉള്ളത് പയ്യന്നൂർ പെൻ റെസ്റ്റോറൻറ്റിലാണ്. ഇവിടുന്ന് രാത്രി ഭക്ഷണം കഴിച്ച് നമ്മൾ കോഴിക്കോട് ലക്ഷ്യമാക്കി പുറപ്പെടുകയാണ്. ഇലക്ട്രിക് വാഹനത്തിൽ കേരള യാത്രയുടെ 2ാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, നമ്മളിപ്പോൾ തലശ്ശേരി മാഹി ബൈപ്പാസിലെത്തി. ഇവിടെ ടോൾ പ്ലാസയിൽ ഫുള്ള് ബ്ലോക്ക്, റോഡ് അടച്ചിട്ടിട്ട് ഡൈവേഷൻ ചെയ്തിട്ടുണ്ട്. ഒരു തീരെ ശരിയായ പരിപാടിയല്ല. നോക്കി എത്ര ബ്ലോക്ക്. ഇത്രയും വൺ സൈഡ്. ഇപ്പോൾ നമ്മളെടുത്ത് ഫാസ്ടാഗ് ഇല്ലാത്തതുകൊണ്ട് 93 റുപ്യാന്ന് വാങ്ങി. ആ 93 റുപ്യ വാങ്ങിയിട്ട് കുറച്ച് മുമ്പോട്ട് വരുമ്പോൾ തന്നെ ബ്ലോക്ക് കാണിച്ചാണ്. ഫുള്ള് ബ്ലോക്ക്. ഇങ്ങനെയും ടോള് വാങ്ങുന്നത് ഓക്കെ, ന്യായമാരിയായി. പക്ഷെ അതിങ്ങനെ ബ്ലോക്കുള്ള സമയത്ത് ടോള് വാങ്ങിയിട്ട് ഫുൾ ബ്ലോക്ക്. എന്ത് ചെയ്യാൻ, ആരോട് പറയാൻ? ഗൈസ്, സമയം ഇപ്പം 12:39. വണ്ടിയിൽ ചാർജ് ആണെങ്കിൽ 29%. അപ്പോൾ 30% താഴെ വരുന്ന സമയത്ത് ഇതിൽ റെഡായിട്ട് കാണിക്കും. നമ്മളിപ്പോൾ ടോട്ടലി 196 കിലോമീറ്റർ ഓടി സ്റ്റാർട്ട് ചെയ്തിട്ട്. ഇനി 91 കിലോമീറ്റർ ഓടാനുള്ള ചാർജ് ഇതിലുണ്ട് എന്നാണ് കാണിക്കുന്നത്. പക്ഷെ എന്നാൽ അത് അത്ര ഉറപ്പല്ല. ഇനി നമ്മൾ നാവിഗേഷൻ ഇട്ടിട്ടുള്ളത് GOBPയിലേക്കാണ്, ചാർജിങ് സ്റ്റേഷൻ. അടുത്തേക്ക് 15 കിലോമീറ്ററേ ഉള്ളൂ. 17 മിനിറ്റ് കൊണ്ട് എത്തുമെന്ന് കാണിക്കുന്നു. അപ്പോൾ ഇതുവരെ നല്ല രീതിയിൽ റിസ്ക് ഒന്നും ഇല്ലാതെ പോയിട്ടുണ്ട്. എനിക്ക് കറക്റ്റ് എത്തുമെന്ന് തോന്നുന്നു. നേരത്തെ പോകാനൊരു പറച്ചിൽ പറഞ്ഞിരുന്നു അടുത്തേക്ക് എത്തുമെന്ന്. നോക്കാം, എത്തിയില്ലെങ്കിൽ എനിക്ക് കാണിച്ചു തരാം. എത്തുമെന്ന് വിചാരിക്കുന്നു. ആസ് ഓഫ് നൗ സേഫിലാന്നുള്ളത്. നോക്കാം. നല്ല വർക്കിലാണ് ബാക്കിൽ ഉമ്മ. അവിടുന്ന് പ്ലാൻ ചെയ്തിട്ട് GOBPന്റെ ചാർജറിലൂടെ കണ്ടിട്ട് വന്നതാണ്. സംഗതി ഇവിടെ ക്ലോസ്ഡ് ആണ്. അപ്പോൾ നമ്മൾ അവരോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് സംഭവം, നമ്മൾ അങ്ങനെ വരികയാണ്. അവർ പറയുന്നത് ഫോക്കസ് മാൾ ക്ലോസ്ഡ് ആണ്. ആപ്പിലാണെങ്കിൽ എന്താ ഇതില് കാണിക്കുകയാണ്, ഫോക്കസ് മാൾ 24/7 ഓപ്പൺ. അങ്ങനെ നമുക്ക് ഒരു ഇങ്ങനെ അവസാനം അവര് സമ്മതിച്ചിരിക്കുന്നു പാർക്കിങ്ങിനടുത്ത് പോയി ചാർജ് ചെയ്തോളാൻ. ഇത് പകൽ സമയത്തായിരുന്നു നമുക്ക് നല്ലതായിരുന്നു, കാരണം ഷോപ്പിംഗ് ഒക്കെ ചെയ്യായിരുന്നു. ചാർജിങ് ആവുന്നില്ല, ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ആയി പോവാണ്. നമ്മളിപ്പോൾ ചാർജർ സെലക്ട് ചെയ്തു, ചാർജിങ് സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ എന്തോ ചെറിയ ടെക്നിക്കൽ ഇഷ്യൂസ് ഇതിൽ കാണിക്കുന്നുണ്ട്. ഗൈസ്, നമ്മളിവിടെ വന്ന് ചാർജിങ്ങിന് ആദ്യം കുത്തിയപ്പോൾ MGൻ്റെ ഈ ഹബിൽ GOBPയിൽ ഫ്രീ ഉണ്ടോണ്ട് നമ്മൾ MGൻ്റെ ആ ഒരു ആപ്പ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അത് ചാർജിങ് സ്റ്റോപ്പായി, ആവുന്നില്ല. അങ്ങനെ ജിയോൻ്റെ കസ്റ്റമർ കെയറിൽ വിളിച്ചു, ഈ ചാർജറിൻ്റെ പ്രശ്നമാണെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അവർ പറഞ്ഞു ചാർജറിൻ്റെ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ GOBPൻ്റെ ആപ്പ് എടുത്ത് ചാർജിങ്ങിന് കൊടുത്തു. അപ്പോൾ സ്പോട്ടിൽ തന്നെ ചാർജായി. ജിയോ പൾസിൻ്റെ ചാർജറിൽ ഇപ്പോൾ ചാർജിങ് ആവുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ സ്റ്റാറ്റസാണ് ഈ കാണുന്നത്. ഈ കാണുന്ന പോലെ തന്നെ ജിയോൻ്റെ ആപ്പിൽ ചാർജ് ആവുന്നുണ്ട്. അപ്പോൾ MGക്കാരെന്ത് ചെയ്യുന്നത് വെച്ചാൽ 1000 യൂണിറ്റ് നമുക്ക് ഫ്രീ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് തന്നിട്ട്, പക്ഷേ അവരും GOBP തമ്മിൽ എന്തോ സ്ലൈറ്റ്ലി ഒരു സപ്പോർട്ട് ആവുന്നില്ല. അപ്പോൾ ഞാൻ MGൻ്റെ കസ്റ്റമർ കെയറിൽ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു കഴിഞ്ഞ 2 മണിക്കൂറായിട്ട് ഈ ഒരു ഇഷ്യൂ ഉണ്ട്. അവരെന്തുകൊണ്ട് നോട്ടിഫൈ ചെയ്തില്ല അവരെ കസ്റ്റമർക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ? അപ്പോൾ അതിനനുസരിച്ച് ഇപ്പോൾ നമ്മൾ കാസർഗോഡ് നിന്ന് എറണാകുളത്തേക്ക് പോകുന്ന വഴിയാണ്. എത്രയോ ചാർജിങ് സ്റ്റേഷൻ ഹൈവേൻ്റെ സൈഡുണ്ട്, നമുക്ക് അവിടെ പോയി ചാർജ് ചെയ്യാമല്ലോ. ഇങ്ങനെ നമുക്കൊരു യൂണിറ്റ് ഉള്ളതുകൊണ്ടാണ് നമ്മളിങ്ങോട്ട് വരുന്നത്. ഫ്രീ ആയിട്ട് 1 വർഷത്തേക്ക് ഉള്ളതുകൊണ്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ വന്നാൽ നമ്മൾ വരുന്ന വഴിക്കുള്ള ഏതെങ്കിലും ചാർജിങ് സ്റ്റേഷനിൽ കയറി ചാർജ് ചെയ്യുമല്ലോ. ഇത് നമ്മളൊരുമാതിരി പറ്റിക്കുന്ന പരിപാടിയാണ്. അപ്പോൾ എല്ലാവരും കെയർ ചെയ്തു. പിന്നെ MGൻ്റെ ആപ്പിലുള്ള ഫ്രീ ആയിട്ട് കിട്ടുന്നത് ചിലപ്പോൾ എപ്പോഴും വിശ്വസിക്കാനൊന്നും പറ്റൂല. ഇത്
എൻ്റെ ഈ ഒരു ട്രാവലിങ്ങിൽ ഫസ്റ്റ് ചാർജിങ്ങിൽ തന്നെ ഇങ്ങനെ ഒരു ഇഷ്യൂ ഫേസ് ചെയ്തു. ജിയോൻ്റെ ഇപ്പോൾ അടിപൊളിയായി ചാർജ് ആകുന്നുണ്ട്. ഓക്കെ, അമ്മ ഇപ്പോൾ ഏതായാലും രാത്രി 12-11 തുറക്കാത്ത മാളിലുള്ള ചാർജറിലേക്ക് തുറപ്പിച്ചിട്ട് ഇങ്ങോട്ട് വന്നിയാണ്. ഏതായാലും ചാർജ് ആകുന്ന നേരം നമ്മളോട് കിടന്നുറങ്ങാം. ഗൈസ്, ചാർജ് ആകുന്ന സമയത്ത് എല്ലാവരും നല്ല ഉറക്കിലുണ്ട്. എല്ലാ സീറ്റ് ചാരിയിട്ട് ഇറങ്ങാൻ കഴിയും. അതാണ് ഇതിൻ്റെ ഒരു സുഖം. ചാർജിന് കുത്തിയിട്ട് എടുത്തിട്ടുണ്ടെങ്കിലും ആ സമയത്ത് ഉറങ്ങാനുള്ള സെറ്റപ്പ് ഉണ്ട്. അതിനൊരു 10 മിനിറ്റും കൂടിയുണ്ട്. ഈ 1% ആവാൻ കുറച്ച് സമയം എടുക്കൂടാ. നമുക്ക് സ്റ്റോപ്പ് ആക്കിയാലോ, വിടാല്ലേ? അങ്ങനെ എടുത്ത് ഉറക്കി വരുമ്പോൾ സൈഡാക്കിയിട്ട് ഉറങ്ങാല്ലേ? ചാർജ് സ്റ്റോപ്പ് ആക്കണം. അപ്പോൾ നേരത്തെ ഒരിക്കൽ 516 ചാർജ് ഫുള്ളായിട്ടാകുമ്പോൾ സ്റ്റോപ്പായി. അത് ടോട്ടലൊരു 500 ഏകദേശം 400 അടുത്തായി. 900 ചാർജ് ചെയ്തു. അപ്പോൾ സ്റ്റോപ്പ് ആക്കണം തൽക്കാലം മതി. കുറേ സമയമെടുക്കും. ഒരിക്കോടാ കറക്റ്റ് അതിൻ്റെ ഷേപ്പിൽ ആദ്യം താഴ്ത്തിടണം, മനസ്സിലായോ? അതിൻ്റെ ഷേപ്പിൽ തന്നെ ഇടണം, എന്നാലേ ഇത് കറക്റ്റ് നോക്കുക. താഴ്ത്തി ഇങ്ങനെ AC ഇങ്ങനെ എഴുതി നേരെ തന്നെ ആവും. വെച്ചോ. ഇനി നേരെ ആലുവയിലേക്കാണ്, എറണാകുളം. താങ്ക് യു. ശരി. 1 മണിക്കൂറത്തെ ചാർജിങ്ങിന് ശേഷം നമ്മളങ്ങനെ നേരെ വിടുകയാണ്. നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ തൽക്കാലം നമ്മളെ മോഡ് എക്കോ മോഡിൽ തന്നെ ഇടാം. അതാണ് കുറച്ചും കൂടി നല്ലതെന്ന് തോന്നും. അതാകുമ്പോൾ നമുക്ക് ഡ്രൈവിങ് കംഫർട്ടും ഉണ്ട്, പിന്നെ റേഞ്ചും കുറച്ച് കൂടുതൽ കിട്ടും. ഭയങ്കര തണുപ്പ്, എന്താ 23-24 ഭയങ്കര തണുപ്പ്. നമ്മ ഇങ്ങോട്ടേക്ക് വരേണ്ട ആവശ്യം ഉണ്ടായിട്ടായിരിക്കും വന്നെന്തിനറിയോ? എന്തിന്? ഫ്രീ ആയിട്ടുള്ള ചാർജ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് പൈസ കൊടുത്തിട്ട് ചാർജ് ആക്കിയിട്ട് പോകുന്നത്. സമയം പോയി, പൈസ എന്തായാലും പോയി. എത്തിരാട്ടിനൊന്നും ഇത്ര ഹെൽമില്ല. ഇന്ത്യൻ ഓയിലിൻ്റെ കയ്യിലെല്ലാം നമ്മളതിൽ ഓൾറെഡി ബാലൻസ് ഉണ്ടായിരുന്നു. അതിൽ പെർ യൂണിറ്റ് 14 ഉറുപ്പ്യേ പ്ലസ് GST. ഷീഡ് അങ്ങനല്ല, 22 ഉറുപ്പ്യുണ്ട് പ്ലസ് GST. ഏകദേശം 25 ഉറുപ്പ്യാണ്. പോകുന്ന വഴിക്ക് എത്രയോ ഇന്ത്യൻ ഓയിലിൻ്റെ കഴിഞ്ഞു പോയി. പിന്നെ സ്റ്റാർക്കിൻ്റെ ഉണ്ടായിന്, അതിന് 14, 16 ഉറുപ്പ്യേ ഉള്ളൂ. അതിലും നമുക്ക് ഉണ്ടായിന്. അപ്പോൾ ഇത്രയും പൈസ എക്സ്ട്രാ കൊടുക്കേണ്ടിയും വന്ന് ഇങ്ങോട്ടേക്ക് വരേണ്ടിയും വന്ന്. സാരല്ല, അതാണ് ഇവരെ ട്രിക്ക് അറിഞ്ഞാ. അപ്പൊ ഇനി നമുക്ക് എന്ത് ഫുഡാ മറ്റേ കഴിക്കണോ? ശരി, ഞാൻ ഉറങ്ങണാ? നിങ്ങൾ ഉറങ്ങിക്കോ, ഞാൻ ഉറക്കിട്ട് വരുന്നില്ല. എവിടെയും ഉറക്കുമെന്ന് ഞാൻ സൈഡാക്കും. ഡ്രൈവർ നിങ്ങൾ ഉറങ്ങിക്കോ, എത്തിയിട്ടാകുമ്പോ വിളിക്കാം. ഓക്കെ. കോഴിക്കോടിന്റെ രാത്രി കാഴ്ചകൾ അതിമനോഹരമാണ്. പുറത്തേക്ക് എടുത്തോ, അതിമനോഹരമായ കാഴ്ച, കെട്ടിടങ്ങളും അല്ലേ, നല്ല തെളിഞ്ഞ റോഡുകളും എല്ലാം കൂടി ഒരു പ്രത്യേക ഒരു ഫീൽ. റോഡില് കിട്ടണം നല്ല ആഗ്രഹമുണ്ട്. കുറച്ചുകൂടി റേഞ്ച് കിട്ടട്ടെ എന്ന് തോന്നുന്നു. നല്ലോണം സ്പീഡ് കൂട്ടാൻ തോന്നുന്നു. എന്തായാലും നമുക്കൊന്ന് എക്കോ പ്ലസ് മാറ്റിയിട്ട് എക്കോയിലിടാം. അമ്മ ഇപ്പം ഇറങ്ങിയിട്ട് 2ാമത്തെ ടോളാണ്. ഫാസ്റ്റാഗ് ആവാത്തതുകൊണ്ട് എല്ലാത്തിലും പിന്നെ
एक सेकंड गलती हो गया एक मिनट देखता हूँ एक गाड़ी का एक है ना एक गाड़ी का अलग अलग नहीं है अभी कितना दूर है क्या ये रास्ता कितना दूर है कोची तक बहुत दूर तक जाता सर ये हाईवे ओपन ब्रो ₹163 ടോള് ₹163 ഭയങ്കര ടോളാണ് കേട്ടോ എന്താക്കാൻ പറ്റും ടോള് കൊടുത്തിട്ട് പോകണം ഫാസ്റ്റാഗ് ആക്കിയെങ്കിലും അതിന് കട്ടാവും കുറച്ച് കുറവ് എല്ലാ ടോളിലും കുറച്ച് കൂടുമ്പോ കുറെ പൈസ ആയില്ലേ പണി കഴിയാത്ത ഈ റോഡിനല്ല ഇമ്മാതിരി ടോള് എന്ത് വൃത്തിയായിട്ട ബാക്കിലേ വരുന്നുള്ള അതിന് പോവാൻ ഞമ്മ അവിടെ കൊടുക്കേണ്ട സൈഡ് നമുക്ക് 3ാമത്തെ ടോള് കിട്ടിയിരിക്കുകയാണ് 268 കിലോമീറ്ററിൽ 3ാമത്തെ ടോള് ഇവിടെ എത്ര പൈസയെന്ന് അറിയില്ല ഇവിടെ ഡബിൾ ചാർജ് ഉണ്ടാവും ഫാസ്റ്റാഗില്ലാത്ത ഭയങ്കര ഈ ടോൾ തന്നെ ഇപ്പോൾ പ്രശ്നം ഉണ്ടാകുന്ന ടോള് അതിൽ കയറിയാൽ മതി എന്താ 5 നിമിഷം ശരിയില്ലേ ഇവിടെ 187 ഇവിടുത്തെ ചാർജ് 187 വല്ലാത്ത ടോളാണ് എന്ത് ചെയ്യാൻ റോഡ് ടാക്സ് വേറെ പിന്നെ അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഓരോ ഈ ചാർജ് ചെയ്യുമ്പോഴുള്ള GST വേറെ അല്ലെങ്കിൽ പെട്രോൾ അടിക്കുമ്പോഴുള്ള പിന്നെ ടാക്സ് വേറെ എന്ത് ചെയ്യാൻ നല്ല കോടമഞ്ഞ് 3 മണിയായി രാത്രി മഞ്ഞ് സ്ഥലം മലപ്പുറം തോന്നല സ്ഥലം മലപ്പുറം വളാഞ്ചേരി കുറ്റിപ്പുറം എന്നെല്ലാം കാണിക്കുന്നുണ്ട് ബോർഡിൽ നല്ല മഞ്ഞ് ഈ സമയത്ത് എല്ലായിടത്തും ഉണ്ടാവും ഇങ്ങനെ മഞ്ഞിൻ്റെ സമയമല്ല ഗൈസ് നമ്മളങ്ങനെ 4ാമത്തെ ടോൾ ബൂത്തിലേക്ക് എത്തിയിരിക്കുന്നു ഇത് എവിടെ സ്ഥലം എന്ന് വെച്ചാൽ തൃശ്ശൂർ ടോൾ പ്ലാസ തൃശ്ശൂർ 350 കിലോമീറ്റർ ആയിപ്പോകും അതിൻ്റെ ഇടയിൽ 4ാമത്തെ നമ്മൾ ചാർജിങ്ങിന് പല സ്ഥലത്തും നോക്കി പല സ്ഥലത്തും ഓപ്ഷൻസ് എല്ലാം ഉണ്ട് പിന്നെ നമ്മ എന്താ വെച്ചാൽ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് തന്നെ ചെയ്യാതെ അങ്ങനെ ഇതാക്കി ഇവിടെ കുറച്ച് കുറവുണ്ട് 112 സിസ്റ്റം നല്ലതാണ് എന്തായിട്ടേ തുറക്കൂ ഗേറ്റ് തുറക്കൂ പോയില്ല എന്താ തുറക്കാത്തത് തുറക്കുമുത്ത തുറക്കത്തുണ്ട് ഞാൻ വിചാരിച്ചു ഉറങ്ങിപ്പോയി അതിൻ്റെ ഉള്ളിൽ എന്തോ ചെയ്യുന്നുണ്ട്
ഓപ്പണായി. ഇവിടെ ഹമ്പില്ല, ചില സ്ഥലത്തിൽ വലിയ ഹമ്പുണ്ടാവും. അപ്പോൾ നമ്മൾ 4ാമത്തെ ടോളും കഴിഞ്ഞ് ഇനി നമ്മളുടെ ഡെസ്റ്റിനേഷനിലേക്ക് 49 കിലോമീറ്റർ ഉണ്ട്. 49 കിലോമീറ്റർ. എല്ലാവരും ഉറങ്ങിയും മണിച്ചോടലും ഉണ്ട് ഗൈസ്. അങ്ങനെ രാവിലെ 5:45 6 മണിയാവാനായി. നമ്മളിപ്പോൾ ടോട്ടല് ഭയങ്കര ലേറ്റല്ലോ. നമ്മളിപ്പോൾ ടോട്ടല് 398 കിലോമീറ്റർ, അതായത് 400 കിലോമീറ്റർ ഓടി. ഒരു വട്ടം 99% ചാർജ് ആക്കിയിട്ട് ഇപ്പോൾ 33% ചാർജാണ് ബാക്കിയുള്ളത്. ഇതിലിപ്പോൾ 103 റേഞ്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ആലുവ എത്താനായിരിക്കുന്നു. ഇനിയിപ്പോൾ 2.5 കിലോമീറ്റർ മാത്രമേ ബാക്കിയുള്ളൂ. പ്രകാശം പൊയിപ്പിച്ചുകൊണ്ട് ആകാശം ഇങ്ങനെ വെളുത്തു വന്നു. നമ്മളങ്ങനെ ആലുവയിലേക്ക് എത്തി. 400 കിലോമീറ്റർ ആണ് കറക്റ്റ് എടുത്തേക്ക് ആയത് നമ്മൾ വിട്ട സ്ഥലത്ത് നിന്ന്. ഇപ്പോൾ ചാർജ് 31% ബാക്കിയുണ്ട്. ഇനിയിപ്പോൾ എവിടെയെങ്കിലും നിയർ ബൈ ചാർജിങ് സ്റ്റേഷൻ നോക്കിയിട്ട് അതിനുള്ള സെറ്റപ്പ് ആക്കണം. എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവരും യാത്ര? അനുഭവം? നിങ്ങൾ ഉറങ്ങിയില്ല, ഞാൻ മാത്രമല്ല ഉറങ്ങാത്ത. എങ്ങനെ ഉണ്ടായിനി അമ്മ? നല്ല അടിപൊളി ഉണ്ടായിട്ടാ. അടിപൊളി നല്ല യാത്ര. വണ്ടീൻ്റെ കംഫർട്ടെല്ലാം എങ്ങനെയുണ്ട്? ഇടയ്ക്കിടയ്ക്ക് തുള്ളിനാ. റോഡ് വലിയ പരിചയമില്ലാത്തതുകൊണ്ട് ചില അമ്പലം ഒറ്റ തുള്ളി. ഞങ്ങളിപ്പോൾ ഉള്ളത് ആലുവ മാറമ്പള്ളിയിലാണ്. ഇവിടെയാണ് എൻ്റെ സിസ്റ്റർ താമസിക്കുന്നത്. അപ്പോൾ ഇനി കുറച്ച് ദിവസം എറണാകുളം ഭാഗത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഒരുപാട് ആൾക്കാരെ മീറ്റ് ചെയ്യാനുണ്ട്, ഇവിടെ എറണാകുളമൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. അപ്പോൾ ആ ദിവസങ്ങളിൽ ഇവിടെയാണ് നമ്മൾ സ്റ്റേ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് റൂമിലേക്ക് പോയി. ഒരുപാട് ദിവസത്തിന് ശേഷം സിസ്റ്ററിനെ കാണാനാണ്, വളരെ എക്സൈറ്റഡാണ്. സലാം പറഞ്ഞ ഉള്ളിൽ കയറി. അവരൊക്കെ നമ്മളെ വെയിറ്റ് ചെയ്യായിരുന്നു. ഇത്ര സമയമായിട്ട് വരെ ഉറങ്ങാതെ വെയിറ്റ് ചെയ്തതാണ് അളിയനും സിസ്റ്ററൊക്കെ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചു. അപ്പോൾ നമ്മൾ ഇനി കുറച്ച് ദിവസം ഇവിടെ സ്റ്റേ ചെയ്തിട്ട് ഫുള്ളെല്ലാം എക്സ്പ്ലോർ ചെയ്ത് മുന്നോട്ട് പോകാനാണ് പ്ലാൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ഇതുവരെ വന്ന വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തായാലും ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തുടർന്നുള്ള വീഡിയോകളൊക്കെ ഒരുപാട് വീഡിയോകൾ വരാനുണ്ട്. അപ്പോൾ നിങ്ങളെ സപ്പോർട്ടും കമൻറ്റൊക്കെയാണ് നമുക്ക് വളരെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പ്രചോദനം. അപ്പോൾ എനിവേ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.